കളർ പേപ്പറുകള്, പെൻസിൽ, സ്കെയിൽ, കത്രിക, കോമ്പസ്, ഈർക്കലി, നൂല്, ഫെവിക്കോൾ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. കളർ പേപ്പറിന് പകരം നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ വേണമെങ്കിൽ ഉപയോഗിക്കാം. അടുത്തതായി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം കളർ പേപ്പർ എടുക്കുക. നിങ്ങൾ ചാർട്ട് പേപ്പർ എടുക്കണമെന്ന് വെച്ചെങ്കിൽ ചാർട്ട് പേപ്പർ എടുത്തോളൂ. ടീച്ചർ ഇവിടെ കളർ പേപ്പറാണ് എടുത്തെടുക്കണത്. കളർ പേപ്പർ ഇതേമാതിരി നടു മടക്കുക, സെന്റർ മടക്കുക, വീണ്ടും സെന്റർ മടക്കുക. ഏത് വലുപ്പത്തിൽ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റൂട്ടാ. ടീച്ചർ ഇവിടെ 3 സെന്റിമീറ്റർ ആരത്തില് ആണ് വൃത്തം വരയ്ക്കുന്നത്. എങ്ങനെയാ വൃത്തം വരയ്ക്കാന്ന് നിങ്ങൾക്കറിയോ? എങ്ങനെയാ വൃത്തം വരയ്ക്കുക? നമ്മൾ കോമ്പസ് എടുക്കും, എന്നിട്ട് സ്കെയിലില് ഇങ്ങനെ വെച്ച് നോക്കൂ അല്ലെ. 3 സെന്റിമീറ്റർ ഇതാ ഇങ്ങനെ അളവെടുക്കും. ഈ അളവ് എന്നിട്ട് എന്ത് ചെയ്യും? പേപ്പറൊക്കെ ഫിനിഷ് ആക്കി മടക്കി വെക്കുക. കണ്ടോ, മടക്കാൻ നമ്മൾ ഫിനിഷ് ആക്കാൻ വേണ്ടി സ്കെയിലുണ്ടെന്ന് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി, ഫിനിഷ് ആയിരിക്കും. എന്നിട്ട് 3 സെന്റിമീറ്റർ എടുത്തിട്ടുണ്ടല്ലോ, ഇതേമാതിരി വൃത്തം വരയ്ക്കുക. എങ്ങനെയാ വൃത്തം വരയ്ക്കാൻ നിങ്ങൾക്കറിയില്ലേ? ദേ കണ്ടോ, കാണാനില്ലേ? വൃത്തം വരയ്ക്കാം. 20 വൃത്തമാണ് നമുക്ക് ആവശ്യം. നമ്മൾ നേരത്തെ വരച്ചു വെച്ചിട്ടില്ലേ, അത് നമുക്ക് വെട്ടാം. വെട്ടുന്നത് എങ്ങനെയാന്ന് നിങ്ങൾക്കറിയില്ലേ? കൃത്യമായിട്ട് ഇതുകൂടെ വൃത്തം വെട്ടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഇത് വെട്ടാട്ടാ. ടീച്ചർ ഇപ്പൊ 3 സെന്റിമീറ്റർ ആഴത്തിലാണ് വെട്ടുന്നത്. നിങ്ങൾക്ക് 5ഓ 10ഓ എത്ര വേണമെങ്കിൽ വലുപ്പത്തിലാക്കാം. ഇനി ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കും ചെയ്യാം. ഇതേമാതിരി 20 വൃത്തം വരച്ച് വെട്ടുക. ഇനി ഇതെങ്ങനെയാ മടക്കുന്നത് എന്ന് നോക്കാം. ഇങ്ങനെ പിടിക്കുക. ഇത് കണ്ടോ, ഇവിടുന്ന് കൃത്യക്ക് ഇങ്ങോട്ട് ചിരിച്ചു മടക്കുക. ഈ സൈഡും ചിരിച്ചു മടക്കുക. മടക്കുകൾ ഫിനിഷ് ആയിരിക്കണം കേട്ടോ എപ്പോഴും. 3 സൈഡും ഈക്വൽ ആക്കിയിട്ട് ഇതേമാതിരി മടക്കൊന്ന് ഫിനിഷ് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? സ്കെയിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ കൊടുത്താൽ എല്ലാ മടക്കും ഫിനിഷ് ആയിരിക്കും. കണ്ടോ, ഇതേമാതിരി ആയിരിക്കണം എല്ലാ മടക്കുകളും. മടക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ? കണ്ടില്ലേ, ഇപ്പൊ ഒരു ത്രികോണത്തിന്റെ ഷേപ്പ് നമുക്ക് കിട്ടി. പച്ച തേക്കുക, ഇതേപോലെ പച്ച തേക്കുക. 2 ഒട്ടിച്ചു. അത് കഴിഞ്ഞ് ഈ സൈഡ് പച്ച തേക്കുക. ഇതിങ്ങനെ നിവർത്തുക, ഒട്ടിക്കുക. 5 ഒരേമാതിരിയാണ് ഒട്ടിക്കേണ്ടത്. 10 വേറെ രീതിയിലും. ഇവിടെ പശ തേച്ചു, നിവർത്തി ഒട്ടിക്കണം. 4 ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ 5ാമത്തത് ഒട്ടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ 2 സൈഡും നമ്മൾ പശ തേച്ചു കൊടുക്കുക. ഈ 2 സൈഡിലും 2 സൈഡും പശ തേച്ച് കഴിഞ്ഞാൽ അത് കണ്ടോ, ഇതേപോലെ ഒപ്പം പിടിച്ച് ഇത് പൊന്തിക്കും. കണ്ടോ, മനസ്സിലാവണില്ലേ? 2 സൈഡും പശ തേച്ച് ഒരു പേപ്പർ എടുത്ത് ഇതേമാതിരി ആയിരിക്കും. ഇനി അടുത്ത 5 ഇതേപോലെ തന്നെ ഒട്ടിക്കുക. ഇതേപോലെ 5 വീതം ഒട്ടിക്കുക. കണ്ടില്ലേ? ഇനി അടുത്ത 10 എങ്ങനെയാ ഒട്ടിക്കുന്നതെന്ന് കാണിച്ചു തരാം. നിവർത്തുക, നിവർത്തിയിട്ട് ഒരു സൈഡ് ഈ സൈഡ് പശ തേക്കുക. ഇതേപോലെ ഒട്ടിച്ചു തുടങ്ങുക. അതിങ്ങനെ ലൈനായിട്ട് ഒട്ടിച്ചു പോവുക. ഇതേപോലെ 10 ഒട്ടിക്കുക. 10 ലാസ്റ്റ് എന്ത് ചെയ്യുക? ഇതിനെ ഈ സൈഡിലേക്ക് പിടിച്ച് ഈ 2 സൈഡിലും പശ തേച്ച് ഒട്ടിക്കുക. ഇങ്ങനെ പശ തേച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇതേമാതിരി ഇട്ട്. ഇനി എന്താ ചെയ്യാന്നറിയോ? നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ 5 ഇത് ഒട്ടിച്ചിട്ടുള്ളത് ക്യാപ്പ് മാതിരി. ആ ക്യാപ്പിനെ ഇവിടെയൊക്കെ പശ തേച്ച് ഇതിന്റെ മുകളില് ഒട്ടിച്ചു കൊടുക്കുക. ഈ ക്യാപ്പ് എടുത്ത് ഈക്വലായി ഇതിനെ ഇങ്ങോട്ട് ഒട്ടിക്കുക. ഇവിടെ എല്ലാ സൈഡും ഈക്വലാക്കുക, ഒട്ടിക്കുക. എന്നിട്ട് ഇതേപോലെ ഇപ്പൊ ഒരു സൈഡ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി അതേമാതിരി മറ്റേ വശം 2 സൈഡും ഒട്ടിച്ചപ്പോ ഇതേമാതിരത്തെ ഒരു ബോളായി കിട്ടി. കണ്ടില്ലേ എല്ലാവരും? ഇഷ്ടമായില്ലേ എല്ലാവർക്കും? ഇനി ഇതെങ്ങനെയാ തൂക്കിയിടാൻ നോക്കുക. ദീർഘണ്ട മുകളില് നൂല് ചുറ്റുക, കെട്ടിടുക. എന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് തൂക്കിയിടുക. ബോൾ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? ഇതുമാതിരി നൂലിട്ടിട്ട് കണ്ടോ, ഇതേമാതിരി ഒരു ഡെക്കറേഷൻ ബോൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഏത് വലുപ്പത്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കാന്ന് ടീച്ചർ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ തൂക്കിടാം, ക്ലാസ് റൂമിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി തൂക്കിടാം. ഇതിന്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ ലൈറ്റ് ഇട്ടിട്ട് ഭംഗിയാക്കാം.